എക്സൈറ്റേഷൻ ടേബിൾ വെച്ചിട്ട് കൗണ്ടർ ഡിസൈൻ എന്ന് പറയുന്നത് സിമ്പിൾ ആക്കി കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിരുന്നത്, JK ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തിരുന്നത്. ഇവിടെ റിംഗ് കൗണ്ടറിൽ നമുക്ക് ഡിസൈനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. D ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഡിലേ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓർ D ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണോ ഇൻപുട്ട് അത് തന്നെയായിരിക്കും ഔട്ട്പുട്ടിലോട്ട് വരുന്നത്. ഇപ്പൊ ഇതാണ് ഇൻപുട്ട് എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്ത് തന്നെയായിരിക്കും, ഡിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, എന്താണോ ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്നത് അത് തന്നെയായിരിക്കും ഔട്ട്പുട്ടിലോട്ട് വരുന്നത്. അതാണ് D ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പൊ ഇവിടെ നമ്മൾ റിംഗ് കൗണ്ടർ ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ D ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാം ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പൊ D ഫ്ലിപ്പ് ഫ്ലോപ്പിന് എത്ര ഇൻപുട്ട്സ് ഉണ്ട്, D ഫ്ലിപ്പ് ഫ്ലോപ്പ് ഹാസ് ഓൺലി 1 ഇൻപുട്ട് ആണ്, ഒറ്റ ഇൻപുട്ട് ആണ് നമുക്ക് D ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഉള്ളത്. അതുപോലെ തന്നെ ഇതിന് ഒരൊറ്റ ഔട്ട്പുട്ട് ആണ്, അത് നമുക്ക് Q0, Q1, Q2, Q3 എന്നും പറഞ്ഞിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾ നോക്കാം. ഫസ്റ്റ് സർക്യൂട്ട് ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് ഒരു റിംഗ് കൗണ്ടർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, അതായത് ഒരു റിംഗ് ഷേപ്പിലായിരിക്കും അതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് പോകുന്നത്. ഓക്കെ, ഒരു റിംഗ് ഷേപ്പിലായിരിക്കും. ഓക്കെ, മനസ്സിലായോ? അത് LED ബൾബ്സ് ഇങ്ങനെ എന്തായിരിക്കും ഗ്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റിംഗ് ഷേപ്പിലായിരിക്കും വരുന്നത്. അപ്പൊ അതില് നമുക്ക് ഫസ്റ്റ് നോക്കാം, അതായത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് നോക്കാം. അപ്പൊ ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ടായിരിക്കും, 4-bit റിംഗ് കൗണ്ടർ ആണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, എന്താണ് 4-bit റിംഗ് കൗണ്ടർ? ഇവിടെ ഡിസൈനും കാര്യങ്ങളൊന്നും നമ്മൾ ഇല്ല, ജസ്റ്റ് സർക്യൂട്ട് ഡയഗ്രാം, അതിന്റെ വർക്കിങ്ങും അതുപോലെ തന്നെ അതിന്റെ ട്രൂത്ത് ടേബിൾ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു 4-bit റിംഗ് കൗണ്ടർ യൂസിങ് D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് വരച്ചു, അതായത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതുപോലെ തന്നെ തേർഡ്, ഫോർത്ത്, 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് നമ്മൾ ഇവിടെ വരച്ചു. ഈ 4 ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇൻപുട്ട് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് D0, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് D1, തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് D2, ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് D3 ആണ് നമ്മളുടെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് Q0, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് Q1, തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് Q2, ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Q3 ആണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. കാണുന്നുണ്ടോ ഫ്ലിപ്പ് ഫ്ലോപ്സ്? നമ്മൾ JK ഫ്ലിപ്പ് ഫ്ലോപ്സ് വരച്ചു കഴിഞ്ഞപ്പോ ബോക്സ് വരച്ചിട്ട് JK Q0 Q0 ബാർ, J2 J1 K1 Q1 Q1 ബാർ, J2 K2 Q2 Q2 ബാർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തില്ലേ? അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഇൻസ്റ്റെഡ് ഓഫ് JK നമ്മൾ ഇവിടെ എടുക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏതാണ്, D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് എടുക്കുന്നത്. D ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ആണ് ഉള്ളത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് ഇതില് അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന 2 പിൻസ് ആണ് കൊടുക്കുന്നത്. ഒന്ന് പ്രീസെറ്റ് പിന്നാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. ഫസ്റ്റ് പ്രീസെറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, PR എന്നും പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും, ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒഴിച്ച് ബാക്കി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ടും നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ക്ലിയർ പിൻസ് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ നോക്കാം, നമുക്ക് പ്രീസെറ്റ് പിന്ന് കണക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ പ്രീസെറ്റ് പിന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രീസെറ്റ് നേരെ എടുത്തിട്ട് ഇതിലോട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി 3 ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ക്ലിയർ എന്ന് പറയുന്ന കണക്ഷനിലോട്ട് കൊടുത്തിട്ടുണ്ട്. CLR എന്ന് പറയുന്നത്, PR എന്ന് പറയുന്നത് പ്രീസെറ്റ് പിൻ. PR എന്ന് പറയുന്നത് എന്താണ്, പ്രീസെറ്റ് പിൻ. അതുപോലെ തന്നെ CLR എന്ന് പറയുന്നത് എന്താണ്, ക്ലിയർ പിൻ. പ്രീസെറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കാര്യം. നമുക്ക് ഏതെങ്കിലും ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ 1 ആക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രീസെറ്റ് പിൻ യൂസ് ചെയ്യണം. ഇനി ഏതെങ്കിലും ഒരു എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും ഔട്ട്പുട്ട് 0 ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ക്ലിയർ പിൻ ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങള് ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസിൽ ഇതിന്റെ വർക്കിംഗ് ഞാൻ പറയുവാണ് കേട്ടോ. അപ്പൊ ക്ലോക്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ, സിങ്ക്രണസ് കൗണ്ടർ ആണ് ആക്ച്വലി ഇത്. അപ്പൊ സിങ്ക്രണസ് കൗണ്ടറിന്റെ ക്ലോക്ക് എന്ന് പറയുന്നത് ഒറ്റ ക്ലോക്കേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അതെല്ലാ ക്ലോക്കും ഇതിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ടും ഒരൊറ്റ ക്ലോക്ക് തന്നെ, സെയിം ക്ലോക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഈ സർക്യൂട്ട് ഡയഗ്രാം പറയുവാണെങ്കിൽ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് നമ്മൾ വരച്ചിട്ടുണ്ട്. D0, D1, D2, D3 ആണ് ഇൻപുട്സ് വരുന്നത്. Q0, Q1, Q2, Q3 ആണ് നമ്മളുടെ ഔട്ട്പുട്സ് വരുന്നത്. അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന പിൻ എന്ന് പറയുന്നത് പ്രീസെറ്റ് എന്ന് പറയുന്ന പിന്ന് നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് ഏതിലോട്ടാണ്, റീസെറ്റ് എന്ന് പറഞ്ഞ ഒരു റീസെറ്റ് മീൻസ് അല്ലെങ്കിൽ ക്ലിയർ.
ക്ലിയറിലോട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും സെയിം ക്ലോക്ക് തന്നെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. സെൻസിറ്റീവ് സിങ്ക്രണസ് കൗണ്ടർ ആയതുകൊണ്ട് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും ഓരോ ക്ലോക്ക് സെയിം ക്ലോക്ക് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ഈസ് കണക്റ്റഡ് ടു ദി ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇൻപുട്ട് ഓഫ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, അതായത് ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ദാറ്റ് ഇസ് Q3 ഈസ് കണക്റ്റഡ് ടു ദി ഇൻപുട്ട് ഓഫ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇതാണ് റിംഗ് കൗണ്ടറിന്റെ കണക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? റിംഗ് കൗണ്ടറിന്റെ സർക്യൂട്ട് ഡയഗ്രാം എന്താണെന്നുള്ളത് മനസ്സിലായോ എല്ലാവർക്കും? സർക്യൂട്ട് ഡയഗ്രാം ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഇതിന്റെ വർക്കിംഗ് ആണ് നോക്കാനായിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു ഒരു പ്രീസെറ്റ് പിൻ ഉണ്ട്, പിന്നെ അതുപോലെ റീസെറ്റ് പിൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ റീസെറ്റ് പിൻ, അതായത് ഈ റീസെറ്റ് പിൻ എന്ന് പറയുന്നത് താഴെ കാണിച്ചിരിക്കുന്ന ഈ റീസെറ്റ് പിന്നെ പ്രീസെറ്റിലോട്ട് പോയിട്ടുണ്ട്, ക്ലിയറിലോട്ട് പോയിട്ടുണ്ട്. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് തുടങ്ങി മാത്രം നമ്മൾ എന്ത് കണക്ട് ചെയ്യുള്ളൂ? ക്ലിയർ കണക്ട് ചെയ്യുള്ളൂ. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ കണക്ട് ചെയ്തിരിക്കുന്നത് പ്രീസെറ്റ് പിന്നാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസിൽ എന്ന് പറയുന്നത് റീസെറ്റ് ആക്റ്റീവ് ലോ സിഗ്നൽ ആണ്. റീസെറ്റ് ആക്റ്റീവ് ലോ സിഗ്നൽ ആണെന്ന് പറയുവാണെങ്കിൽ റീസെറ്റ് പിന്നിൽ ഇവിടെ വരുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും വരുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായല്ലോ? റീസെറ്റ് പിന്നിൽ 0 ആയിരിക്കും വരുന്നത്. അപ്പൊ ഈ റീസെറ്റ് പിന്നാണ് നമ്മൾ എന്തിലോട്ട് കണക്ട് ചെയ്തിരുന്നത്? ക്ലിയറിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പൊ ഈ 3 ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ടും ആദ്യം വരുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യം ഈ 3 ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പ് 1, ഫ്ലിപ്പ് ഫ്ലോപ്പ് 2, ഫ്ലിപ്പ് ഫ്ലോപ്പ് 3യിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത്? 0 ആയിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? ഓക്കെ, അതായത് റീസെറ്റ് പിന്നിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആ റീസെറ്റ് പിന്നിൽ ഇൻപുട്ട് കൊടുക്കുന്നത് കൊണ്ട് അത് എന്ത് ചെയ്യും? ഫ്ലിപ്പ് ഫ്ലോപ്പ് 1നെയും ഫ്ലിപ്പ് ഫ്ലോപ്പ് 2നെയും ഫ്ലിപ്പ് ഫ്ലോപ്പ് 3നെയും എന്ത് ചെയ്യും? ക്ലിയർ ചെയ്യിക്കും. ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ Q1, Q2, Q3, അതായത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതായത് D1 ഇൻപുട്ട് ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്പർ 2, ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്പർ 3യുടെ ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും വരുന്നത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്പർ 0, ന്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് നോക്കേണ്ടത്. ഇവിടെ റീസെറ്റ് പിന്നിൽ 0 ആണ് വരുന്നതെങ്കിൽ അത് നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് പ്രീസെറ്റ് പിന്നിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പ്രീസെറ്റ് പിന്നെ എന്ത് ചെയ്യും? റീസെറ്റും പ്രീസെറ്റും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. റീസെറ്റ് 0 ആണെങ്കിൽ പ്രീസെറ്റ് എന്തായിരിക്കും? പ്രീസെറ്റ് പിന്നിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, റീസെറ്റ് 0 ആണ് കൊടുക്കുന്നതെങ്കിൽ പ്രീസെറ്റ് എന്ത് ചെയ്യും? അതിന് എന്ത് ചെയ്യും? നേരത്തെ ഏതോ സ്റ്റേറ്റിലാണോ ഉള്ളത്, നേരെ എന്ത് ചെയ്യും? അത് 0യിൽ നിന്ന് 1ലോട്ട് മാറ്റും. അപ്പൊ നമ്മളുടെ Q0 എന്ന് പറയുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും വരുന്നത്. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. റീസെറ്റ് ഈക്വൽ ടു 0 കൊടുത്തു കഴിയുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്പർ 1 അതിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്പർ 2 ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്പർ 3 ഔട്ട്പുട്ട് 0 ആയിരിക്കും. പക്ഷേ ഈ റീസെറ്റിന് എന്താണോ ഇൻപുട്ട് വരുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തിൽ വരുന്നത്? പ്രീസെറ്റിൽ വരുന്ന ഇൻപുട്ട്. അപ്പൊ എന്ത് ചെയ്യും? ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ Q0 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആക്കി വെക്കും. അതായത് നമ്മളുടെ ടേബിൾ വരുന്നത് നമുക്ക് Q0, Q1, Q2, Q3 എന്നായിരിക്കും വരുന്നത്. ക്ലിയർ? അപ്പൊ ഫസ്റ്റ് ക്ലോക്ക് പൾസ് ഞാൻ 0th ക്ലോക്ക് പൾസ് ആണ് എടുക്കുന്നത്, ഫസ്റ്റ് ക്ലോക്ക് പൾസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ റീസെറ്റ് പിൻ 0 ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്പർ 1, ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്പർ 2, ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്പർ 3 ഇതിലെല്ലാം ഔട്ട്പുട്ട് എന്തിലോട്ട് പോകും? 0യിലോട്ട് പോകും. അതേ സമയത്ത് ഈ റീസെറ്റ് 0 ആണെങ്കിൽ പ്രീസെറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും വരുന്നത്. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഒന്നുകൂടി പറയാം. അതായത് ഫസ്റ്റ് കേസിൽ നമ്മൾ റീസെറ്റ് ഈക്വൽ ടു 0 കൊടുത്തു, അത് മനസ്സിലായോ? റീസെറ്റ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോ എന്ന് പറഞ്ഞാൽ റീസെറ്റ് പിന്നീട് നമുക്ക് ക്ലിയറിലോട്ട് ഒരു ഇൻപുട്ട് പോകുന്നുണ്ട്. ഈ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്പർ 2, ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്പർ 3 ഇതിലോട്ട് എന്താണ്? ഓരോ ഇൻപുട്സ് പോകുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? റീസെറ്റ് 0 ഈ ക്ലിയർ പിന്നിലോട്ടാണ് ഓരോ ഇൻപുട്ടും പോകുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യും? ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്പർ 1, ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്പർ 2, ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്പർ 3യുടെ ഔട്ട്പുട്ടിൽ എന്തിലോട്ട് മാറ്റും? 0യിലോട്ട് മാറ്റും. അതായത് Q1, Q2, Q3 എന്തിലോട്ട് മാറ്റും? 0യിലോട്ട് മാറ്റും. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ഔട്ട്പുട്ടിൽ എന്താണ് പറ്റണേന്ന് നോക്കണം. ഇവിടെ റീസെറ്റ് 0 ആണെങ്കിൽ അത് നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് പ്രീസെറ്റ് പിന്നിലോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. റീസെറ്റ് ചെയ്യുന്ന നേരെ അത് കണക്ട് ചെയ്തിട്ട് പ്രീസെറ്റ് പിന്നിലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ റീസെറ്റ് 0 ആണെങ്കിൽ പ്രീസെറ്റ് പിന്നിൽ എന്ത് വരും? 1 വരും.
ഓക്കെ, ആ 1 ആയിരിക്കും എന്തിലോട്ട് പോകുന്നത്? Q0 പോകുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 0th ക്ലോക്ക് പൾസ് ആണ് ഞാൻ എടുക്കുന്നത്. 0th ക്ലോക്ക് പൾസിലെ ഔട്ട്പുട്ട് എന്താണ്? Q0 1 ആണ്, Q1 0 ആണ്, Q2 0 ആണ്, Q3 0 ആണ്. ഇത്രയും മനസ്സിലായോ? ഓക്കെ, ഇനി എന്ത് ചെയ്യും? ഈ Q3യുടെ ഔട്ട്പുട്ട് നേരെ എന്തിലോട്ടായിരിക്കും പോകുന്നത്? D0 പോകും. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ എന്ത് സംഭവിക്കും? ഇനീഷ്യൽ സ്റ്റേജ് ആണ് നമുക്ക് വരുന്നത് ഏത്? Q0, Q1, Q2, Q3 1 0 0 0 വന്നു. ഇനി അടുത്ത ക്ലോക്ക് പൾസ് വരുമ്പോൾ എന്ത് സംഭവിക്കും? നെക്സ്റ്റ് ക്ലോക്ക് പൾസ് 1 എന്ന് കൊടുക്കുക. നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ എന്ത് ചെയ്യും? ഈ Q3യുടെ ഔട്ട്പുട്ട്, Q3യിൽ ഇപ്പോഴത്തെ ഔട്ട്പുട്ട് എന്താണ്? 0 അല്ലേ? ഈ Q3യിലെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? D0 പോകും. ഓക്കെ ആണോ? അപ്പൊ D0 നമ്മൾ പറഞ്ഞു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ എന്താണോ ഇൻപുട്ട് വരുന്നത് അതായിരിക്കും എന്തിലോട്ട് വരുന്നത്? ഔട്ട്പുട്ടിലോട്ട് വരുന്നത്. അപ്പൊ ഈ Q3യുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ആക്ച്വലി 0 അല്ലേ വരുന്നത്? ആ 0 ആയിരിക്കും എന്തിലോട്ട് പോകുന്നത്? D0 പോകുന്നത്. അപ്പൊ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അത് തന്നെ എന്തിലോട്ട് കണക്ട് ചെയ്യും? ഔട്ട്പുട്ടിലോട്ട് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇപ്പൊ Q0 എന്തായി കുട്ടികളെ? Q0 1 0 ആയി. ഓക്കെ ആണോ? ഓക്കെ, ഇനി എന്ത് ചെയ്യും? Q0 1 ആയി. ഇപ്പൊ Q0 നേരത്തെ ഉണ്ടായിരുന്ന ഔട്ട്പുട്ട് എന്തായിരുന്നു? അല്ല, Q0 0 ആയി. Q0 നേരത്തെ ഉണ്ടായിരുന്ന ഔട്ട്പുട്ട് 1 അല്ലേ? അത് എന്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യും? Q1 ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ മനസ്സിലായി? ഇനി Q1 ഇൻപുട്ട് എന്തിലോട്ട് പോകും? Q2 പോകും. Q2 എന്തിലോട്ട് പോകും? Q3 പോകും. ഓക്കെ, ഷിഫ്റ്റ് ചെയ്യും. എന്താണോ ഔട്ട്പുട്ട് Q0 എന്താണ്? Q3 ഔട്ട്പുട്ട് Q0 പോകും. Q0 ഔട്ട്പുട്ട് Q1 പോകും. Q1 ഔട്ട്പുട്ട് Q2, Q2 Q3 പോകും. വീണ്ടും അടുത്ത ക്ലോക്ക് പൾസ്, സെക്കൻഡ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? Q3 എന്താണ് ഔട്ട്പുട്ട്? 0 ആണ്. Q3 ഔട്ട്പുട്ട് വീണ്ടും എന്തിലോട്ട് പോകും? Q0 പോകും. Q0 ഔട്ട്പുട്ട് Q1 പോകും. പിന്നെ Q1 ഔട്ട്പുട്ട് എന്ത് വരും? Q2 പോകും. Q2 ഔട്ട്പുട്ട് എന്തിലോട്ട് പോകും? Q3 പോകും. അതായത് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഔട്ട്പുട്ട് ഓരോ ക്ലോക്ക് പൾസിനും ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. ഇനി തേർഡ് ക്ലോക്ക് പൾസ് വരുമ്പോൾ എന്ത് സംഭവിക്കും? തേർഡ് ക്ലോക്ക് പൾസ് വരുമ്പോഴേ ഈ Q3 ഔട്ട്പുട്ട് നേരെ എന്തിലോട്ട് പോകും? Q0 ഇപ്പൊ Q3 ഔട്ട്പുട്ട് Q0, Q0 Q1 വരും. Q1 Q2 വരും. Q2 എന്തിലോട്ട് വരും? Q3 വരും. ഓക്കെ ആണോ? ഇനി അടുത്ത ക്ലോക്ക് പൾസ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നമുക്ക് ആക്ച്വലി കഴിഞ്ഞു. ഇതാണ് റിംഗ് കൗണ്ടർ വരുന്നത്. അടുത്ത ക്ലോക്ക് പൾസ് വരുമ്പോൾ എന്ത് വരും? ഫോർത്ത് ക്ലോക്ക് പൾസ് വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതേണ്. ഫോർത്ത് ക്ലോക്ക് പൾസ് വരുമ്പോൾ എന്ത് വരും? ഫോർത്ത് ക്ലോക്ക് പൾസ് വരുമ്പോഴേ പറഞ്ഞേ, ഫോർത്ത് ക്ലോക്ക് പൾസ് വരുമ്പോൾ എന്ത് ചെയ്യും? Q3 ഔട്ട്പുട്ട് Q0 പോകും. ഓക്കെ, Q0 ഔട്ട്പുട്ട് Q1 പോകും. 0 0. ഇത് തന്നെ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ ആണോ? മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? റിംഗ് കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം. ഫസ്റ്റ് കേസിൽ എന്ന് പറയുന്നത് റീസെറ്റ് ഈക്വൽ ടു 0 കൊടുക്കുക. ഫസ്റ്റ് കേസിൽ റീസെറ്റ് ഈക്വൽ ടു 0 കൊടുക്കുക. റീസെറ്റ് ഈക്വൽ ടു 0 കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Q0, Q1, Q2, Q3 ആണ്. ഓക്കെ, റീസെറ്റ് 0 ആണെങ്കിൽ Q1, Q2, Q3 എന്ന് പറയുന്നത് 0 ആയിരിക്കും. റീസെറ്റ് 0 ആണെങ്കിൽ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ടിലോട്ട് നമ്മൾ റീസെറ്റ് എന്ന് പറയുന്ന ഒരു പിന്ന് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? Q0 1 ആകും. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് 1 ആകും. ഇത് ഫസ്റ്റ് ക്ലോക്ക് പൾസിലാണ് നടക്കുന്നത്. അതായത് 0th ക്ലോക്ക് പൾസ് എന്നാണ് ഞാൻ അതിനെ എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നത്? Q3യുടെ ഔട്ട്പുട്ട് നേരെ എന്തിലോട്ട് വരും? Q0 വരും. അതായത് Q3 എന്താകും? Q3യുടെ ഔട്ട്പുട്ട് Q0 വരുമ്പോൾ Q0 0 ആകും. Q0ന്റെ ഔട്ട്പുട്ട് എന്തിലോട്ട് വരും? Q0ന്റെ ഔട്ട്പുട്ട് Q1 വരും. Q1 ഔട്ട്പുട്ട് Q2 വരും. Q2 ഔട്ട്പുട്ട് എന്ത് വരും? Q3 വരും. ഓക്കെ, ഇനി സെക്കൻഡ് ക്ലോക്ക് പൾസിൽ എന്ത് സംഭവിക്കും? Q3യുടെ ഔട്ട്പുട്ട് എന്തിലോട്ട് വരും? Q0 വരും. Q0ന്റെ ഔട്ട്പുട്ട് Q1 വരും. Q2 ഔട്ട്പുട്ട് Q2 വരും. Q2 ഔട്ട്പുട്ട് എന്തിലോട്ട് വരും? Q3 വരും. ഓക്കെ, ഇനി തേർഡ് ക്ലോക്ക് പൾസിൽ എന്ത് സംഭവിക്കും?
Q0ന്റെ ഔട്ട്പുട്ട് Q3യുടെ ഔട്ട്പുട്ട് Q0, Q0ന്റെ ഔട്ട്പുട്ട് Q1, Q1ന്റെ ഔട്ട്പുട്ട് Q2, Q2ന്റെ ഔട്ട്പുട്ട് Q3. ഇനി ഫോർത്ത് ക്ലോക്ക് പൾസിൽ എന്ത് സംഭവിക്കും? വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് വരും. അതായത് Q3യുടെ ഔട്ട്പുട്ട് എന്തിലോട്ട് വരും? Q0ലോട്ട് വരും. Q1ന്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? Q0ന്റെ ഔട്ട്പുട്ട് Q1, Q1ന്റെ ഔട്ട്പുട്ട് Q2, Q2ന്റെ ഔട്ട്പുട്ട് Q3. ഓക്കെ, ഇതിങ്ങനെ റിംഗ് പോലെ എന്ത് ചെയ്യും? കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ ആണോ കുട്ടികളെ? മനസ്സിലായോ റിംഗ് കൗണ്ടർ? ഓക്കെ, റിംഗ് കൗണ്ടർ മനസ്സിലായ? സിഫ്ന, രേഷ്മയ്ക്കില്ലേ? കൃഷ്ണ, റോഷൻ, മനസ്സിലായോ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായാലും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം, ഞാൻ പറഞ്ഞുതരുന്നോടി. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? റിംഗ് കൗണ്ടർ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. റിംഗ് കൗണ്ടർ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. ശ്രീചിത്ര മനസ്സിലായോ? ശ്രീചിത്ര ഇല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടേഴ്സിൽ നെക്സ്റ്റ് വൺ ആണ് ജോൺസൺ കൗണ്ടർ. റിംഗ് കൗണ്ടർ ആൻഡ് ജോൺസൺ കൗണ്ടർ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റിംഗ് കൗണ്ടർ ആൻഡ് ജോൺസൺ കൗണ്ടർ. ഓക്കെ, ഇനി ഇതിന്റെ ടൈമിംഗ് ഡയഗ്രാം നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് അറിയാലോ. റിംഗ് കൗണ്ടറിന്റെ ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത് ഫസ്റ്റ് QA. നിങ്ങൾക്ക് എത്ര ക്ലോക്ക് പൾസസ് ഞാൻ ഇവിടെ 0 to 4 വരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു പോകുന്നതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി QA എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? QA ഇതും ട്രെയിലിംഗ് എഡ്ജ് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം നമ്മൾ കൊടുക്കുന്നത് ഏതാണ്? നെഗറ്റീവ് ക്ലോക്ക് പൾസ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ട്രെയിലിംഗ് എഡ്ജിലായിരിക്കും എന്ത് ചെയ്യുന്നത്? അതായത് നെഗറ്റീവ് എഡ്ജിലായിരിക്കും, ഈ ഒരു എഡ്ജിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ QAയുടെ ഔട്ട്പുട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് QA എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അത് ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ഫസ്റ്റ് ക്ലോക്ക് പൾസിന്റെ നെഗറ്റീവ് പൾസിലായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ അത് 0ലോട്ട് പോകുന്നത് എങ്ങനെയായിരിക്കും? ഫോർത്ത് ക്ലോക്ക് പൾസിന്റെ നെഗറ്റീവ് എഡ്ജിലായിരിക്കും അത് എന്ത് ചെയ്യുന്നത്? 1ലോട്ട് പോകുന്നത്. അതുപോലെ തന്നെയായിട്ട് വരയ്ക്കേണ്ടത്. നമ്മൾ അസിൻക്രണസ് കൗണ്ടറിന്റെ ടൈമിംഗ് ഡയഗ്രാം വരച്ചില്ലേ? അതുപോലെ തന്നെ ഇതും വരയ്ക്കണം. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോട്ട്ബുക്കിൽ ഞാനിത് നിങ്ങൾക്ക് ഇട്ട് തരാം കേട്ടോ. ഈ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ റിംഗ് കൗണ്ടറിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരച്ചിരിക്കണം, ട്രൂത്ത് ടേബിൾ വരച്ചിരിക്കണം, അതുപോലെ തന്നെ ടൈമിംഗ് ഡയഗ്രാം വരച്ചിരിക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിന്റെ തിയറി എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഈ നോട്ട് നോക്കി പഠിക്കുകയും ചെയ്തോളണം കേട്ടോ. കേട്ടോ എല്ലാവരും? കേട്ടോ? ഇനി നെക്സ്റ്റ് നമുക്ക് ജോൺസൺ കൗണ്ടർ ആണ് പഠിക്കാനായിട്ടുള്ളത്. ഈ ജോൺസൺ കൗണ്ടറിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്ന് വിളിക്കും. ജോൺസൺ കൗണ്ടർ ഈസ് ഓൾസോ നോൺ ആസ് എന്താണ്? ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ. എന്താണ് ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ? അതായത് റിംഗ് കൗണ്ടറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആക്ച്വലി എന്ത് വരുന്നത്? ജോൺസൺ കൗണ്ടർ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ സർക്യൂട്ട് ഡയഗ്രാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാം റിംഗ് കൗണ്ടറിൽ നിങ്ങൾ എന്താണ് ചെയ്തത്? റിംഗ് കൗണ്ടറിൽ എന്താണ്? ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതായത് 4 ഫ്ലിപ്പ്, ഇവിടെ 4 ബിറ്റ് കൗണ്ടർ ആണ്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് Q0, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് Q1, തേർഡിന്റെ Q2, ഫോർത്തിന്റെ Q3 ആണ് ഔട്ട്പുട്ട് വരുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? റിംഗ് കൗണ്ടർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. Q3 നേരെ എടുത്ത് എന്തിലോട്ട് കണക്ട് ചെയ്യും? ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ടിലോട്ട് കണക്ട് ചെയ്യും. ഇവിടെ എന്താണ് നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് വരുന്നത്? Q3 ബാർ ആയിരിക്കണം എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ദിസ് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ റിംഗ് കൗണ്ടർ ആൻഡ് ജോൺസൺ കൗണ്ടർ. റിംഗ് കൗണ്ടറിൽ എന്താണ് നിങ്ങൾ ചെയ്തത്? റിംഗ് കൗണ്ടർ ശ്രദ്ധിക്കുക. റിംഗ് കൗണ്ടറിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? The output of the last flip flop, that is Q3, is connected to the input of first flip flop. Okay ആണോ? മനസ്സിലായോ? അതായത് ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ആണ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് Q3. ഓക്കെ, Q3. അതേ സമയത്ത് എന്താണ് ഇതിൽ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്? എന്തായിരിക്കും അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അതായത് ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ Q3 ബാർ, അതായത് ഇൻവേർട്ടഡ് ഔട്ട്പുട്ട് ആയിരിക്കും ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് ആയിട്ട് കണക്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? മനസ്സിലായോ? ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രമാണോ ക്യൂ ബാർ ഉള്ളത്? ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രം ഉള്ളത് ക്യൂ ബാർ. തെറ്റിച്ച് കളയരുത്. ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ മാത്രമാണ് ക്യൂ ബാർ ഉള്ളത്. ആ Q3 ബാർ ആയിരിക്കും. അതായത് ഇപ്പൊ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് Q0, Q1, Q2. പിന്നെ ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് നമ്മൾ Q3 ആയിട്ടാണ് എടുക്കുന്നത്. ജോൺസൺ കൗണ്ടറിൽ ഇൻവേർട്ടഡ് ഔട്ട്പുട്ട് ഓഫ് Q3, അതായത് ഇൻവേർട്ടഡ് ഔട്ട്പുട്ട് ഓഫ് Q3 ആയിരിക്കും എന്താണ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലും നമ്മൾ എടുക്കുന്നത് എന്ത് തന്നെയായിരിക്കും? ഏത് തന്നെയായിരിക്കും നമ്മൾ എടുക്കുന്നത്? ബാക്കി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലും നമ്മൾ എടുക്കുന്നത് ഏതായിരിക്കും? നോർമൽ ഔട്ട്പുട്ട് ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇത് ജസ്റ്റ് നോക്കാം. അതുപോലെ തന്നെയാണ് വരുന്നത്.
ഇതിപ്പോ സർക്യൂട്ട് ഡയഗ്രാം വെച്ചിട്ട് ഞാൻ പറഞ്ഞത്. സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ക്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ക്ലോക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ക്ലോക്ക് കൊടുത്തിരിക്കുന്നത്? പോസിറ്റീവ് ക്ലോക്ക്. അതായത് ക്ലോക്കിൽ ഒരു എന്താണ് ഒരു ജസ്റ്റ് ഒരു ഇൻവേർട്ടർ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? പോസിറ്റീവ് നെഗറ്റീവ് എഡ്ജ് ക്ലോക്കും അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? പോസിറ്റീവ് എഡ്ജ് ക്ലോക്ക്. ഇതിൽ നിങ്ങൾ ഇപ്പൊ പോസിറ്റീവ് എഡ്ജ് നെഗറ്റീവ് എഡ്ജ് എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അതായത് ഏത് വേണമെങ്കിലും കൊടുത്താലും ഇത് വർക്ക് ചെയ്തോളൂ കേട്ടോ. മനസ്സിലായോ? ഈ ക്ലോക്കിന്റെ കാര്യത്തിൽ അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല. പോസിറ്റീവോ നെഗറ്റീവോ ആ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നത് പോസിറ്റീവ് എഡ്ജ് ക്ലോക്ക് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നത് എന്താണ്? പോസിറ്റീവ് എഡ്ജിലായിരിക്കും ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നത്. നെഗറ്റീവ് എഡ്ജ് ക്ലോക്ക് ആണ് നിങ്ങൾ കൊടുക്കണമെങ്കിൽ നെഗറ്റീവ് എഡ്ജിലായിരിക്കും ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നത്. ക്ലിയർ? മനസ്സിലായോ? 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 ഓക്കെ. അപ്പൊ ഇതില് നിങ്ങൾ ക്ലോക്ക് കൊടുക്കുമ്പോ ഇപ്പൊ പോസിറ്റീവോ നെഗറ്റീവോ ആയി പോയെന്നും പറഞ്ഞ ഒരു കുഴപ്പമില്ല കേട്ടാ. നിങ്ങൾ ടൈമിംഗ് ഡയഗ്രം വരയ്ക്കുമ്പോ പോസിറ്റീവ് വെച്ചാണെങ്കിൽ നിങ്ങളുടെ ടൈമിംഗ് ഡയഗ്രാമിൽ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ക്ലോക്ക് ആണ് കൊടുക്കണമെങ്കിൽ പോസിറ്റീവ് വേർഷനിൽ ചേഞ്ച് ചെയ്യും. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എഡ്ജിൽ ചേഞ്ച് ചെയ്യും. അത്രേ നമുക്ക് വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എല്ലാം നെഗറ്റീവ് വെച്ച് പഠിച്ചോ, കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ടൈമിംഗ് ഡയഗ്രാം അസിൻക്രണസിലേക്ക് വരച്ചിരിക്കുന്നത് അത് വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ അത് വരച്ചു എന്ന് പറഞ്ഞ് തെറ്റൊന്നുമില്ല കേട്ടോ. ഓക്കെ. പിന്നെ ഇതിൽ നമുക്ക് നോക്കാം. നിങ്ങൾ ഈ സർക്യൂട്ട് ഡയഗ്രാം നോക്കാം. സർക്യൂട്ട് ഡയഗ്രത്തിൽ നിങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്ലോക്ക് പൾസ് നമ്മൾ 0 കൊടുക്കും. 0 കൊടുത്തു കഴിയുമ്പോൾ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്തിലോട്ട് കൊടുക്കും? ക്ലിയർ ചെയ്യും. ഓക്കെ. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? 0 പോകും. അതായത് ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പ് Q0, Q1, Q2, Q3 എന്ത് ചെയ്യും? 0 കണക്ട് ചെയ്യും. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടും 4 ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടും എന്തായിരിക്കും? 0 ആയിരിക്കും വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കാം. ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇൻപുട്ട് എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് 1 ആയിട്ട് മാറും. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രത്യേകത എന്താണോ ഇൻപുട്ട് അത് തന്നെ ഇതിലോട്ട് വരും, ഔട്ട്പുട്ടിലോട്ട് വരും. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യും? ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ Q1 എന്താകും? 1 ആകും. ബാക്കി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്തായിട്ട് നിൽക്കും? 0 തന്നെ നിൽക്കും. ഓക്കെ. ഓക്കെ ആണോ? അതായത് നമ്മൾ സീറോത്ത് ക്ലോക്ക് പൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ക്ലോക്ക് പൾസ് ആണ് കേട്ടോ. ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ എല്ലാ ഔട്ട്പുട്ടും ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എല്ലാ ഔട്ട്പുട്ടും എന്ത് ചെയ്യും? 0 കണക്ട് ചെയ്യും. ക്ലിയർ ആകും. ഓക്കെ. അതായത് Q0, Q1, Q2, Q3 എന്ത് വരും? Q3 എന്ത് വരും? 0 വരും. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. ജസ്റ്റ് അവിടെ പറഞ്ഞു കൂട്ടിയല്ല, ഇവിടെ ഇതാണ് Q3 എന്ന് പറയുന്ന ഔട്ട്പുട്ട് അല്ലേ? Q3യുടെ ഔട്ട്പുട്ട് 0 ആണ്. അപ്പൊ Q3 ബാർ എന്തായിരിക്കും കുട്ടികളെ? Q3 ബാർ എന്തായിരിക്കും? 1 അല്ലേ? 1 അല്ലേ? 1 അല്ലേ വരണത്? അല്ലേ? നോക്കിയേ. Q3 1, Q3 0 അല്ലേ? അപ്പൊ Q3 ബാർ എന്തായിരിക്കും? 1 അല്ലേ? 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 അപ്പൊ ഈ Q3 ബാർ ആയിരിക്കും എന്തിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? ഡിയിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ Q3 ബാർ എന്ന് പറയുമ്പോൾ ഡിയിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് എന്തായാലും 1 അല്ലേ വരുള്ളൂ? അല്ലേ? അല്ലേടാ? നോക്ക്. മനസ്സിലായോ? ഓക്കെ. 1 വരും. ബാക്കി എല്ലാ ഔട്ട്പുട്ട് എന്ത് വരും? 0 വരും. Q1, Q2, Q3 0 വരും. ഇനിയും എന്താണ് സംഭവിക്കുന്നത്? ഇനിയും Q3യിലെ ഔട്ട്പുട്ട് ഇപ്പൊ എന്താണ്? 0 തന്നെയാണ്. അപ്പൊ Q3 ബാർ എന്ത് വരും? 1 വരും. ആ 1 ആയിരിക്കും വീണ്ടും ഇതിലോട്ട് കണക്ട് ചെയ്യുന്നത്, ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് കണക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഈ 1 ആയിരിക്കും ഇപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്ത് വരുന്നത്. ക്ലിയർ? ജോൺസൺ കൗണ്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഫസ്റ്റ് ഇൻപുട്ട് 1 ആയി, ബാക്കി എല്ലാവരും 0 ആയി. സെക്കൻഡ് ക്ലോക്ക് പൾസിൽ എന്ത് വന്നു? Q0ന്റെ ഔട്ട്പുട്ട് അങ്ങനെ തന്നെ നിൽക്കും. എന്താണ് Q0ന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? Q3 ബാർ ആയിരിക്കും വരുന്നത്, 1. ഇനി Q0 നേരെ എന്തിലോട്ട് കൊടുക്കും? Q1 കൊടുക്കും. അപ്പൊ Q0 Q1 കൊടുക്കാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Q0 ഔട്ട്പുട്ട് എന്താണ്? Q1 ആണ്. സോറി, Q0 ഔട്ട്പുട്ട് 1 ആണ്. ആ 1 Q1 കൊടുക്കും. ഈ Q3 ബാർ വഴി കണക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് ആയിരിക്കും പിന്നെ എന്ത് വരുന്നത്? Q0 വരുന്നത്. അതും 1 അല്ലേ? അല്ലേ? മനസ്സിലായില്ലേ?
മനസ്സിലായോ പിള്ളേരെ? മനസ്സിലായ? ഞാൻ ഒന്നുകൂടി പറയാം. അതായത് ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്താവും? 0 0 0. ഓക്കെ, ഇത് ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലോക്ക് പൾസ്, ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുവാണ്. അപ്പൊ ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കാം Q3 ബാർ ആണ് ഇതിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ Q3യുടെ ഔട്ട്പുട്ട് എന്താണ്? 0 ആണ്. അപ്പൊ Q3 ബാറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 അല്ലേ ഇരിക്കും വരുന്നത്? ഓക്കെ, ഓക്കെ ആണോ? ആരെങ്കിലും എന്ത് പറഞ്ഞേ? 1 വരും. അപ്പൊ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രത്യേകത എന്താണ്? എന്താണോ ഇൻപുട്ട് ഉള്ളത് അത് തന്നെ ഔട്ട്പുട്ടിലോട്ട് കൊടുക്കും. അതായത് Q0 എന്താകും? 1 ആകും. ബാക്കി എല്ലാ ഔട്ട്പുട്ട് എന്താകും? 0 0 0 ആകും. ഓക്കെ, ബാക്കി ഔട്ട്പുട്ടിന് ഒന്നും ചേഞ്ച് വരത്തില്ല. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. അപ്പൊ നമ്മളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇപ്പൊ Q0 1, Q1 0, Q2 0, Q3 0. ഇനി വീണ്ടും ഈ Q3 ബാർ അല്ലേ ഇങ്ങോട്ട് പോകുന്നത്? Q3 0 ആണെങ്കിൽ Q3 ബാർ എന്ന് പറയുന്നത് 1 ആണോ? അല്ലേ? 1 അല്ലേ? 1 അല്ലേ Q3 ബാർ എന്ന് പറയുന്നത്? അല്ലേ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും? റെസ്പോണ്ട് ചെയ്ത ആരെങ്കിലും ഒന്ന്? ഹലോ, പോയാ? ആരും ഇല്ല ഇപ്പൊ? ആരെങ്കിലും ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്ത്? അതുൽ, ഷെബിൻ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ Q3 ബാർ D0 കണക്ട് ചെയ്തു. അപ്പൊ അത് 1 ആയി. അപ്പൊ എന്താണോ ഇൻപുട്ട്? അപ്പൊ Q0 ഇപ്പൊ എന്ത് 1 തന്നെ വന്നു. ഈ Q0 ഔട്ട്പുട്ട് എന്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യും? Q1 ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, Q0 ഔട്ട്പുട്ട് ഇപ്പൊ 1 എന്തിരുന്നു? ഫസ്റ്റ് ക്ലോക്ക് പൾസില്. അപ്പൊ അത് നേരെ എന്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യും? Q1 ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്ത് വന്നു? Q0 1 വന്നു, Q1 1 വന്നു, Q2 Q3 എന്താണ്? 0 വന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ഈ Q3 വീണ്ടും 0 ആണ്. Q3 ബാർ വീണ്ടും എന്തിലോട്ട് പോകും? Q3 ബാർ 1 ആയിരിക്കും വീണ്ടും എന്തിലോട്ട് പോണത്? ഡിയിലോട്ട് പോകുന്നത്, ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് പോകുന്നത്. അപ്പൊ എന്ത് വരും? ഔട്ട്പുട്ട് എന്ത് വരും? ഇനി ഔട്ട്പുട്ട് എന്ത് വരും? Q0 1 വന്നു, Q0 ഔട്ട്പുട്ട് Q1 വന്നു, Q1 നേരത്തെ ഉള്ള ഔട്ട്പുട്ട് Q2 വന്നു. അപ്പൊ Q3 മാത്രം 0 ആയി. ഓക്കെ, അത് നേരത്തെ പോലെ ഷിഫ്റ്റ് ചെയ്യണമെന്നല്ലേ? എന്തോ ഷിഫ്റ്റ് ചെയ്യുന്നത് തന്നെ. പക്ഷെ നേരത്തെ ഷിഫ്റ്റ് ചെയ്തത് 0 ആകും. ബാക്കി ക്ലിയർ ചെയ്താണ് ഷിഫ്റ്റ് ആയത്. പക്ഷെ ഇവിടെ എന്താണ്? Q3 ബാർ കണക്ട് ചെയ്തതുകൊണ്ട് 1 ആണ് ഷിഫ്റ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്ത് വരും? നെക്സ്റ്റ് ക്ലോക്ക് പൾസ്, ഫോർത്ത് ക്ലോക്ക് പൾസിൽ എന്ത് വരും? ഫോർത്ത് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ എന്ത് വരും? അതായത് Q3 ബാർ നേരെ എന്തിലോട്ട് കണക്ട് ചെയ്യും? വീണ്ടും Q3 ബാർ എന്ന് പറയുന്നത് 1 ആണ്. 1 വീണ്ടും എന്തിലോട്ട് കണക്ട് ചെയ്യും? ഫ്ലിപ്പ് ഫ്ലോപ്പ് 1 കണക്ട് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ഇപ്പൊ Q0 1 വന്നു, Q1 1 വന്നു, Q2 1 വന്നു, Q3 1 വന്നു. ഓക്കെ, ഫോർത്ത് ക്ലോക്ക് പൾസിൽ എല്ലാ ഔട്ട്പുട്ടും എന്ത് വന്നു? 1 വന്നു. ഓക്കെ, ഇനി അടുത്തത് എന്താണ് സംഭവിക്കുന്നത്? ഈ Q3 1 അല്ലേ വന്നത്? അപ്പൊ Q3 ബാർ എന്താവും കുട്ടികളെ? Q3 ബാർ എന്താകും? ഇനി Q3 1 വരുമ്പോ Q3 ബാർ ഇവിടെ 0 ആവില്ലേ? 0 ആകും. അപ്പൊ Q0ന്റെ ഔട്ട്പുട്ട് എന്തായിട്ട് മാറും? 0 ആകും. Q0 ഇപ്പൊ 1 ആയിരുന്നു, അത് Q1 വന്നു, Q1 1 Q2 വന്നു, Q2 1 Q3 വന്നു. ഓക്കെ, ആണോ? നേരെ ഓപ്പോസിറ്റ് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യും? അടുത്ത ക്ലോക്ക് പൾസിൽ എന്ത് സംഭവിക്കും? ഈ Q3 ഇപ്പൊ 1 അല്ലേ വന്നിരിക്കുന്നത്? ഈ Q3 ബാർ അല്ലേ നമ്മൾ ഇൻപുട്ടിലോട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്? അപ്പൊ Q3 ബാർ എന്ത് വരും? Q3 ബാർ 0 വരും. ഓക്കെ, Q0 ഇപ്പോൾ ഉള്ള ഔട്ട്പുട്ട് എന്താണ്? അപ്പൊ Q0 ഇപ്പൊ എന്ത് വരും? 0 വരും. Q0 നേരത്തെ ഉള്ള ഔട്ട്പുട്ട് 0 ആയിരുന്നു. Q1 ഔട്ട്പുട്ട് 1 വരും, Q2 ഇതെന്ത് വരും? 1 വരും. ഷിഫ്റ്റ് ചെയ്ത് പോരും. ഓക്കെ, മനസ്സിലായി. ഓക്കെ, ഇനി ഇത് വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും കണക്ട് ചെയ്യും. വീണ്ടും Q3 ബാർ ആണ്. ഇപ്പൊ നമ്മൾക്ക് ഇത് കിട്ടുന്നത് Q3 ആണ്.
ഈ Q3 ബാർ ആയിരിക്കും വരുന്നത്. അപ്പൊ Q0 വീണ്ടും ഇങ്ങോട്ട് കണക്ട് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? Q0 ഔട്ട്പുട്ട് എന്ത് വരും? 0 വരും. Q0 ഔട്ട്പുട്ട് 0 വരും. നേരത്തെ Q0 0 Q1 വരും. Q1 0 Q2 വരും. Q2 1 എന്ത് വരും? Q3 വരും. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾക്ക് സർക്യൂട്ട് ടേബിൾ മൊത്തത്തിൽ എഴുതുമ്പോൾ ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ Q0, Q1, Q2, Q3 എടുക്കാം. ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ എല്ലാം 0 ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ക്ലോക്ക് പൾസ് വരുമ്പോൾ എന്ത് ചെയ്യും? ഈ 0ന്റെ ഇൻവേർട്ട് ചെയ്തിട്ടായിരിക്കും എന്തിലോട്ട് വരുന്നത്? Q0 വരുന്നത്. ഈ Q3 0 ഇൻവേർട്ട് ചെയ്തിട്ടായിരിക്കും Q0 വരുന്നത്. അതായത് 1 വരും. പിന്നെ എന്ത് ചെയ്യും? ഇത് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് പോകും. ഇവിടെ ഷിഫ്റ്റിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ. ഇനി സെക്കൻഡ് ക്ലോക്ക് പൾസ് വരുമ്പോൾ Q3 ഇപ്പൊ ഓൾറെഡി എന്താണ്? 0 ആണ്. അതായിരിക്കും എന്തിലോട്ട് വരുന്നത്? അത് ഇൻവേർട്ട് ചെയ്തിട്ടായിരിക്കും Q1 വരുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? 1. ഇനി Q0 ഔട്ട്പുട്ട് എന്തിലോട്ട് വരും? Q1 വരും. Q2 0 ആണ്. Q3 0 ആണ്. ഇനി വീണ്ടും എന്ത് ചെയ്യും? Q3 ബാർ ആയിരിക്കും എന്തിലോട്ട് കണക്ട് ചെയ്യുന്നത്? Q0 കണക്ട് ചെയ്യുന്നത്. ഇപ്പൊ Q3 ബാർ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 1 ആണ് കേട്ടോ. സോറി, ഇവിടെ 1. ഓക്കെ. Q3 ബാർ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? Q0 1 വരും. Q0 ഔട്ട്പുട്ട് എന്തിലോട്ട് വരും? Q1 വരും. Q1 ഔട്ട്പുട്ട് Q2 വരും. Q2 ഔട്ട്പുട്ട് എന്ത് വരും? Q3 വരും. ഓക്കെ. ഇനി ഫോർത്ത് ക്ലോക്ക് പൾസിൽ എന്ത് സംഭവിക്കും? Q3 ഔട്ട്പുട്ട് എന്തിലോട്ട് പോകും? Q3 ബാർ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. Q3 ബാർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ അതെന്തിലോട്ട് വരും? Q0 വരും. Q0 ഔട്ട്പുട്ട് Q1, Q1 Q2 വരും. Q2 Q3 വരും. ഓക്കെ. മനസ്സിലായോ? മനസ്സിലായി. ഇനി എന്ത് ചെയ്യും? ഫിഫ്ത്ത് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോഴേ Q3 ബാർ ആണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ Q3 ബാർ എന്ന് പറയുമ്പോൾ ഇപ്പൊ Q3 1 ആണ്. Q3 ബാർ എന്ന് പറയുമ്പോൾ എന്താണ്? 0 ആയിരിക്കും. അപ്പൊ Q0 എന്ത് വരും? 0 വരും. Q0 ഔട്ട്പുട്ട് Q1 വരും. Q1 Q2 വരും. Q2 Q3 വരും. സിമിലർലി Q3 വീണ്ടും എന്തിലോട്ട് കണക്ട് ചെയ്യും? Q3 ബാർ വീണ്ടും Q0 കണക്ട് ചെയ്യും. അപ്പൊ അവിടെ 1 ആണ്. Q3 1 ആയതുകൊണ്ട് Q0 0 ആകും. Q0 ഔട്ട്പുട്ട് Q1 വരും. Q1 ഔട്ട്പുട്ട് Q2 വരും. അതായത് 1. Q2 ഔട്ട്പുട്ട് Q3 വരും. ഓക്കെ. ഇനി ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. മനസ്സിലായോ നിങ്ങൾക്ക്? എങ്ങനെയാണ് ചെയ്യണേന്ന് മനസ്സിലായോ? ഈ റിംഗ് കൗണ്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് ഔട്ട്പുട്ടാണ് കണക്ട് ചെയ്യുന്നത്? ഇൻപുട്ടിലോട്ട് Q3 ആണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ ജോൺസൺ കൗണ്ടറിൽ Q3 ബാർ ആയിരിക്കും കണക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? ഇനി ഇതിന്റെ സീക്വൻസ് ചിലപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ റിംഗ് കൗണ്ടറിന്റെ സീക്വൻസ് ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? റിംഗ് കൗണ്ടറിന്റെ സീക്വൻസ്. റിംഗ് കൗണ്ടറിൽ ആദ്യം നമുക്ക് വരുന്നത് 1 0 0 0 0 1 0 0 0 0 1 0 0 0 0 1 ഇതല്ലേ വരുന്നത്? അല്ലേ? അപ്പൊ നിങ്ങൾ ഈ സീക്വൻസ് ഒന്ന് പറഞ്ഞേ. ഇത് 8 അല്ലേ? 1 0 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 8 അല്ലേ? 1 0 0 0 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പറിന് എന്താണ്? 8 അല്ലേ വരുന്നത്? 8 അല്ലേ? 1 0 0 0 എന്ന് പറഞ്ഞാല് 8. ഇനി 0 1 0 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ്. 0 0 1 0 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ബൈനറി 2 ആണ്. 0 0 1 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ബൈനറി 1 ആണ്. അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക ഡിസൈൻ ആൻഡ് 8421 കൗണ്ടർ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുക? ഡിസൈൻ ആൻഡ് 8421 കൗണ്ടർ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? റിംഗ് കൗണ്ടർ എഴുതണം. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് ഈ ജോൺസൺ കൗണ്ടറിന്റെ സീക്വൻസ് ഒന്ന് പറഞ്ഞു തരാമോ? ജോൺസൺ കൗണ്ടറിന്റെ സീക്വൻസ് എങ്ങനെ വരും? ജോൺസൺ കൗണ്ടറിന്റെ സീക്വൻസ് കൃഷ്ണ ഉണ്ടോ അവിടെ? കൃഷ്ണ, ശ്രീചിത്ര, വിനായക്, ആൽബിൻ, അക്ഷയ് ഉണ്ടോ? ഓക്കെ, ഉണ്ടല്ല. ഇതിന്റെ സീക്വൻസ് ഒന്ന് പറയാവോ? ഫസ്റ്റില് നിങ്ങൾക്ക് ഔട്ട്പുട്ട് എന്താണ് കിട്ടിയിരിക്കുന്നത്? 0 0 0 അല്ലേ? അപ്പൊ നമുക്ക് 0 എന്ന് എഴുതാം. അടുത്ത ഔട്ട്പുട്ട് എന്താണ്? 1 0 0 0. അപ്പൊ നമുക്ക് എന്തായിരിക്കും അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ എന്ന് പറയുന്നത് 8 അല്ലേ? 8 അല്ലേടാ? ഇനി അടുത്തത് എന്താണ്? 1 1 0 0. 1 1 0 0 എന്ന് പറയുന്നത് എന്താണ്? 12 ആണ്. അല്ലേ? 1 1 0 0 എന്ന് പറയുന്നത് 12 അല്ലേ? 1 1 0 0 എന്ന് പറയുന്നത്
ഇനി അടുത്തത് 1110. 1110 എന്ന് പറയുന്നത് എത്രയാണ്? 1110 14 അല്ലേ? 14 അല്ലേ 1110? ഇനി അടുത്ത സീക്വൻസ് 1111 അല്ലേ? അത് എത്രയാണ്? 15 അല്ലേ? ഇനി അടുത്തത് 0111 എന്ന് പറയുന്നത് ഏതാണ്? 7 ആണ്. അടുത്ത സീക്വൻസ് 0011 അതെന്താണ്? 3 ആണ്. ഇനി 0001 എന്താണ്? 1 ആണ്. ഇതാണ് ജോൺസൺ കൗണ്ടറിന്റെ സീക്വൻസ് ആയിട്ട് പോണത്. 0 കഴിഞ്ഞ് 8, 8 കഴിഞ്ഞ് 12, 12 കഴിഞ്ഞ് 14, 14 കഴിഞ്ഞ് 15, അത് കഴിഞ്ഞ് 7, 3, 1. ഓക്കെ, മനസ്സിലായോ? അപ്പൊ റിംഗ് കൗണ്ടറിന്റെ സീക്വൻസ് 8421 സീക്വൻസ് ആണ്. 8 കഴിഞ്ഞ് 4, 4 കഴിഞ്ഞ് 2, 2 കഴിഞ്ഞ് 1. അതേ സമയത്ത് ജോൺസൺ കൗണ്ടറിന്റെ സീക്വൻസ് 0, 8, 12, 14, 15, 7, 3, 1. ഇതാണ് സീക്വൻസ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? റിംഗ് കൗണ്ടറും ജോൺസൺ കൗണ്ടറും ക്ലിയർ ആയോ? വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് റിംഗ് കൗണ്ടർ ജോൺസൺ കൗണ്ടർ. റിംഗ് കൗണ്ടർ ജോൺസൺ കൗണ്ടർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് റിംഗ് കൗണ്ടറിൽ Q3 ഈസ് കണക്റ്റഡ് ടു ദി ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഔട്ട്പുട്ട് ഓഫ് തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് കണക്റ്റഡ് ടു ദി ഇൻപുട്ട് ഓഫ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതേ സമയത്ത് ജോൺസൺ കൗണ്ടറിൽ Q3 ബാർ ആയിരിക്കും കണക്ട് ചെയ്യുന്നത്. ഏതാണ്? ജോൺസൺ കൗണ്ടറിൽ Q3 ബാർ ഈസ് ഔട്ട്പുട്ട് ഓഫ് ദി inverted output of the last flip flop is connected to the input of second flip flop. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഞാൻ അതിന്റെ സീക്വൻസ് ഒരു പ്രാവശ്യം കൂടി എഴുതാം. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിരുന്നു. വീണ്ടും വീണ്ടും ഞാൻ എഴുതുന്നത് Q0, Q2, Q3. ജോൺസൺ കൗണ്ടറിൽ ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ എല്ലാവരും 0 ആയിരിക്കും. നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ വരുമ്പോൾ Q1 1 ആകും, ബാക്കി എല്ലാം 0 ആകും. നെക്സ്റ്റ് ക്ലോക്ക് പൾസ് വരുമ്പോഴേ Q1ലുള്ള ഔട്ട്പുട്ട് Q0 Q1 പോകും, Q1 Q2 പോകും, Q2 Q3 പോകും. Q0 ഔട്ട്പുട്ട് Q3ന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് 1. അടുത്ത ക്ലോക്ക് പൾസിൽ എന്ത് വരും? ഇവിടെ 1 വരും, ബാക്കി എല്ലാവരും ഷിഫ്റ്റ് ചെയ്ത് വരും. ഓക്കെ, ഇനി അടുത്ത ക്ലോക്ക് പൾസിൽ ഫോർത്ത് ക്ലോക്ക് പൾസിൽ എന്തായിരിക്കും? ഇത് 1 ആയിരിക്കും, പിന്നെ എന്തായിരിക്കും? ഷിഫ്റ്റ് ചെയ്ത് വരും. ഇനി എപ്പോഴും ആലോചിക്കുക, ഈ Q3ന്റെ ഇൻവേർട്ടഡ് ഔട്ട്പുട്ട് ആയിരിക്കും എവിടെ വരുന്നത്? Q0 വരുന്നത്. അപ്പൊ Q1ന്റെ ഇൻവേർട്ടഡ് എന്ന് പറയുന്നത് 0 ആണ്, പിന്നെ ബാക്കി എല്ലാവരും ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ Q3യുടെ ഇൻവേർട്ടഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആണ്, പിന്നെ ഷിഫ്റ്റ് ചെയ്ത് എഴുതാം. ഇനി വീണ്ടും Q3യുടെ ഇൻവേർട്ടഡ് എന്ന് പറയുന്നത് 0 ആണ്, പിന്നെയും ഷിഫ്റ്റ് ചെയ്ത് എഴുതാം. ഇനി വീണ്ടും Q3യുടെ ഇൻവേർട്ടഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആണ്, ഷിഫ്റ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി റിംഗ് കൗണ്ടറിന്റെ കേസ് വരുമ്പോൾ ശ്രദ്ധിക്കുക, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. റിംഗ് കൗണ്ടറിന്റെ കേസ് വരുമ്പോൾ ഫസ്റ്റ് ക്ലോക്ക് പൾസില് Q0, Q1, Q2, Q3 എന്ന് പറയുന്നത് എന്തായിരിക്കും? Q1 0 ആയിരിക്കും, ബാക്കി എല്ലാവരും 0 ആയിരിക്കും. Q1 1, ബാക്കി എല്ലാ ഔട്ട്പുട്ടും 0. ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ Q3 നേരെ എന്തിലോട്ട് വരും? Q1 വരും. അപ്പൊ 0 ഇത് ഷിഫ്റ്റ് ചെയ്ത് വരും. നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ Q3 നേരെ എങ്ങോട്ട് വരും? Q0 വരും, പിന്നെ ഷിഫ്റ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ Q3 Q0 വരും, അപ്പൊ വീണ്ടും ഷിഫ്റ്റ് ചെയ്ത് എഴുതാം. ഇനി വീണ്ടും എന്ത് ചെയ്യും? അടുത്ത ക്ലോക്ക് പൾസിൽ Q3 Q0 വരും, ഷിഫ്റ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, മനസ്സിലാവണുണ്ടോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? റിംഗ് കൗണ്ടറും ജോൺസൺ കൗണ്ടറും ഉറപ്പായിട്ടും മനസ്സിലായോ എല്ലാവർക്കും? ഡൗട്ട് ഉണ്ടോ ഇതില്? ഡൗട്ട് ഇല്ലല്ലോ? മനസ്സിലായല്ലോ? അപ്പൊ ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഏതാണ്? റിംഗ് കൗണ്ടർ ആൻഡ് ജോൺസൺ കൗണ്ടർ ആണ് എഴുതേണ്ടത്. ഓക്കെ ആണോ? ഡൗട്ട് ഇല്ലല്ലോ? ജോൺസണിൽ മാത്രമാണ് Q3 ബാർ വരുന്നത് കേട്ടാ. അപ്പൊ നിങ്ങൾ എഴുതുമ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ജോൺസന്റെ വരുമ്പോ Q3 ബാർ ആയിരിക്കും എന്തിലോട്ട് വരുന്നത്? Q0 വരുന്നത്. ബാക്കി എല്ലാം ഷിഫ്റ്റ് ചെയ്താണ് വരുന്നത്. Q0 Q1 വരും, Q1 Q2 വരും, Q3 എന്തിലോട്ട് വരും? Q2 Q3 വരും. ഓക്കെ, ഇവിടെ ജോൺസൺ കൗണ്ടറിൽ ചെയ്യുമ്പോൾ Q3 ബാർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അടുത്ത ക്ലോക്ക് പൾസിൽ Q0 വരുന്നത്. റിംഗ് കൗണ്ടറിൽ എന്ന് പറയുന്നത് Q3 തന്നെയായിരിക്കും എന്തിലോട്ട് വരുന്നത്? Q0 വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ജസ്റ്റ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഈ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ റിംഗ് കൗണ്ടേഴ്സും ജോൺസൺ കൗണ്ടർ എന്ന് പറയുന്നത് കൗണ്ടേഴ്സ് ആണ്, കൗണ്ട് ചെയ്യുവാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു 8421 സീക്വൻസ് കൗണ്ട് ചെയ്യാൻ പറഞ്ഞാൽ റിംഗ് കൗണ്ടർ യൂസ് ചെയ്യുക.
പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പഠിപ്പിച്ചില്ലേ, റിംഗ് കൗണ്ടറിന്റെ ഒരു സീക്വൻസ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിംഗ് കൗണ്ടർ ആണെന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ ഡിസൈൻ ചെയ്തൊന്നും സമയം കളയേണ്ട കാര്യമില്ല, അത് ചെയ്യാം. ഓക്കെ, ഇനി ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 ടൈപ്പ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സീരിയൽ ഇൻപുട്ട്, അതായത് സിസോ, സീരിയൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട്. ഇനി സീരിയൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട്, പാരലൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട്. ഇനി പാരലൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ചിലപ്പോൾ സിസോ എന്ന് പറയുന്നത് സീരിയൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട്. സിപ്പോ എന്ന് പറയുന്നത് സീരിയൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട്. പിന്നെ അതുപോലെ തന്നെ പിസോ എന്ന് പറയുന്നത് പാരലൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട്. പിപ്പോ എന്ന് പറയുന്നത് എന്താണ്? പാരലൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട്. ഈ 4 ടൈപ്പ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായോ? ഓക്കെ ഓക്കെ, അപ്പൊ അതില് സീരിയൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട് നിങ്ങൾ നോക്കിയാൽ നമ്മൾ സീരിയൽ ആയിട്ട് ഓരോ ഇൻപുട്ട് കൊടുക്കും. അതായത് ഇപ്പൊ ആദ്യത്തെ ഇൻപുട്ട് നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാല് അത് ഔട്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് കേസിൽ ഇതൊന്ന് നോക്കാം, ജസ്റ്റ് നോക്കാം. ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 10110 ആണ് കൊടുത്തിരിക്കുന്നത്, ഇൻപുട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഔട്ട്പുട്ട് ആയിട്ട് അത് തന്നെ കിട്ടിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് 1 ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ഔട്ട്പുട്ട് 1 ആകും. അടുത്ത ഇൻപുട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് 0 ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? 0 വരും. ഇനി അടുത്തത് 1 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 1 വരും. അടുത്തത് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 വരും. അടുത്തത് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 വരും. അതായത് സീരിയൽ ആയിട്ടായിരിക്കും നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, സീരിയൽ ഇൻപുട്ട് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ, ഓരോ പ്രാവശ്യവും ഇൻപുട്ട് എന്ത് ചെയ്യും? നമ്മൾ സീരിയൽ ആയിട്ട് ഇൻപുട്ട് കൊടുക്കും. ഇനി അടുത്തത് സിപ്പോ വരുമ്പോ എന്ത് സംഭവിക്കും? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഇപ്പൊ 1 ഇൻപുട്ട് കൊടുത്തു, 0 കൊടുത്തു, 1 കൊടുത്തു, 1 കൊടുത്തു, 0 കൊടുത്തു. ഓരോ പ്രാവശ്യം ഓരോ ഇൻപുട്ടും കൊടുത്തു. പക്ഷെ ഇത് ഔട്ട്പുട്ടിൽ വരുന്നത് എന്തായിരിക്കും? ഒരുമിച്ചായിരിക്കും വരുന്നത്, പാരലൽ ആയിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ ഓക്കെ, അതായത് ഇൻപുട്ട് നമ്മൾ സീക്വൻസ് ആയിട്ട് കൊടുത്തു, സീരിയൽ ആയിട്ട് കൊടുത്തു, ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? പാരലലി അറ്റ് എ ടൈം നമുക്ക് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ ഓക്കെ ആണോ? ഒന്നുകൂടെ പറയാം. അതായത് സിസോ മനസ്സിലായോ? സിസോ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓരോ ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. ഇപ്പൊ സപ്പോസ് നിങ്ങൾ ആദ്യം കൊടുക്കുന്ന ഇൻപുട്ട് 1 ആണെങ്കിൽ അത് അപ്പൊ 1 ഇൻപുട്ട് ചെയ്യും, ഔട്ട്പുട്ട് ചെയ്യും. ഇനി 0 ആണ് ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ 0 ഔട്ട്പുട്ട് ചെയ്യും. 1 ആണ് ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ 1 അപ്പൊ തന്നെ ഔട്ട്പുട്ട് ചെയ്യും. ഇനി 1 ആണ് ഔട്ട്പുട്ട് കൊടുക്കണമെങ്കിൽ 1 തന്നെ ഔട്ട്പുട്ട് ചെയ്യും. ഇനി 0 ആണ് കൊടുക്കണമെങ്കിൽ 0 തന്നെ ഔട്ട്പുട്ട് ചെയ്യും. അതായത് സീക്വൻസ് ആയിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചിട്ട് ഔട്ട്പുട്ട് വരും. 1 കൊടുക്കുമ്പോൾ 1 വരും, 0 കൊടുക്കുമ്പോൾ 1 വരും, അടുത്തത് 0 കൊടുത്താൽ 0 വരും. അങ്ങനെ എന്ത് ചെയ്യും? പാരലൽ സീരിയൽ ആയിട്ടായിരിക്കും പോകുന്നത്, സീരിയൽ കണക്ഷൻ ആണ് വരുന്നത്. അതായത് സീരിയൽ ഈ പാരലൽ ഔട്ട്പുട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും? 10110 ആണ് നിങ്ങൾ സീരിയൽ ഔട്ട്പുട്ട് വരുമ്പോൾ ഒരുമിച്ചായിരിക്കും വരുന്നത്. ഓക്കെ, 1010 എന്ന് പറയുന്നത് അറ്റ് എ ടൈം ഔട്ട്പുട്ടിലോട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി പാരലൽ ഇൻ പാരലൽ ഔട്ട് സീരിയൽ ഔട്ട് എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? പാരലൽ ഇൻ സീരിയൽ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾ ഒറ്റ ടൈമിൽ തന്നെ ഇൻപുട്ട് കൊടുക്കുവാണ്. അതായത് സപ്പോസ് നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് 10110 ഒരേ സമയത്ത് തന്നെ കൊടുക്കണം. എല്ലാ പിന്നിലോട്ടും ഒരേ സമയത്ത് നിങ്ങൾ ഇൻപുട്ട് കൊടുക്കുകയാണ്. പക്ഷെ ഔട്ട് വരുന്നത് എന്തായിരിക്കും? ആദ്യം 1 വരും, പിന്നെ 0 വരും, അത് കഴിഞ്ഞ് 1 വരും, അത് കഴിഞ്ഞ് 1 വരും, പിന്നെ 0 വരും. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി പാരലൽ ഔട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഞാൻ പറഞ്ഞു വിട്ടാൽ അറ്റ് എ ടൈം ഇൻപുട്ടും കൊടുക്കും, അതേ ടൈം തന്നെ ഔട്ട്പുട്ടും കിട്ടും. നിങ്ങൾ ഇൻപുട്ട് കൊടുക്കുന്ന അപ്പൊ തന്നെ എന്ത് ചെയ്യും? ഔട്ട്പുട്ടും കിട്ടും. ഒരേ സമയത്ത് ഔട്ട്പുട്ട് കൊടുക്കും, ഒരേ സമയത്ത് തന്നെ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ ഓക്കെ ആണോ? മനസ്സിലായോ? അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ആയിരിക്കുമല്ലോ എല്ലാത്തിലും? സെയിം ആയിരിക്കും, അപ്പൊ തന്നെ കിട്ടും. ഒരേ സമയം അറ്റ് എ ടൈം തന്നെ ഇൻപുട്ട് കൊടുക്കും, 4 ഇൻപുട്ട് അറ്റ് എ ടൈം കൊടുക്കും, 4 ഔട്ട്പുട്ട് അറ്റ് എ ടൈം കിട്ടും. ഓക്കെ ഓക്കെ ആണല്ലോ? ഇനി അതില് ഫസ്റ്റ് 1 നമുക്ക് നോക്കാനായിട്ടുള്ളത്, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് 2 കേട്ടോ നോക്കാനായിട്ടുള്ളത്. അതൊന്ന് നോക്കണം. സീരിയൽ ഇൻ സീരിയൽ ഔട്ട്പുട്ട്, സീരിയൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ആണ് പറയണത്. ഒന്നുമില്ല,
റിംഗ് കൗണ്ടറിന് നേരെ അതായത് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതൊന്നും പഠിക്കാം. റിംഗ് കൗണ്ടർ എന്നൊന്നും ഞാൻ പറയണില്ല. 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് 4 ബിറ്റ് ആയതുകൊണ്ട് നമ്മൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഔട്ട്പുട്ട് ആണ് Q0, Q1, Q2, Q3. Q3 ബാർ ഒരു ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ആവശ്യമൊന്നുമില്ല. എന്താണ് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്, 4 ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഔട്ട്പുട്ട് Q0, Q1, Q2, Q3 എടുത്തിട്ടുണ്ട്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്നതാണ് സീരിയൽ ഇൻപുട്ട്, ഡേറ്റ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് Q0 എന്നൊരു ഔട്ട്പുട്ട് ഇട്ട്, Q1 ഒരു ഔട്ട്പുട്ട് ഇട്ട്, Q2 ഒരു ഔട്ട്പുട്ട് ഇട്ട്, Q3 ഒരു ഔട്ട്പുട്ട് ഇട്ടും. അതിലോട്ട് എല്ലാ സിങ്ക്രണസ് കൗണ്ടർ ആയതുകൊണ്ട് അതിലോട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? ക്ലോക്ക് അറ്റ് എ ടൈം കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ആലോചിക്കുക, റിംഗ് കൗണ്ടർ, ജോൺസൺ കൗണ്ടർ, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എല്ലാം സിങ്ക്രണസ് ആണ് കേട്ടോ. അതുകൊണ്ട് സെയിം ക്ലോക്ക് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? ക്ലിയർ ആയോ? അറിയാരെങ്കിലും ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതങ്ങോട്ട് പറഞ്ഞു തീർക്കായിരുന്നു. എല്ലാവരും പോയാ? ഉറങ്ങുവാണോ? ഇവിടെ ഉണ്ടാ? ഓക്കെ, ഈ ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് റിംഗ് കൗണ്ടർ പോലെ തന്നെയാണ്. മനസ്സിലായോ? ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് റിംഗ് കൗണ്ടർ പോലെ തന്നെയാണ്. എന്താണ്? നിങ്ങൾ ഈ ട്രൂത്ത് ടേബിൾ ഒന്ന് നോക്കി. ഇനീഷ്യൽ ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇനീഷ്യൽ ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇനി ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ നമ്മളുടെ എന്താണോ ഡേറ്റ അത് ഇതിലോട്ട് എൻ്റർ ആകും. ഓക്കെ, സപ്പോസ് നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റ 1010 എന്ന് പറയുന്ന ഡേറ്റ ആണെന്ന് വിചാരിക്കുക. ക്ലിയർ? നിങ്ങൾ കൊടുക്കുന്ന സീരിയൽ ഇൻപുട്ട് ഡേറ്റ എന്ന് പറയുന്നത് 1010 അല്ലെങ്കിൽ 1010 ആണ് കൊടുക്കണേന്ന് വിചാരിക്കുക. ഓക്കെ, ഓക്കെ ആണോ? നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന ഡേറ്റ 1010 ആണെന്ന് വിചാരിക്കുക. കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ വെറുതെ പറയുന്നതാണോ? ഇവിടെ ഉണ്ടോ? ആൾക്കാരൊക്കെ ഉണ്ടോ? അഭിനവ്, ആൽബിൻ, അമൽ, ആൻജോ, അതുൽ, ജോഷ, കൃഷ്ണ, സിഗ്ന, ശ്രീചിത്ര, ഷെബിൻ, വിനായക ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞോട്ടെ? ഓക്കെ, നമ്മളിപ്പോ കൊടുക്കാൻ പോണ ഇൻപുട്ട് 1010 ആണെന്ന് വിചാരിക്കുക. സീരിയൽ ആയിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുത്തു. ഔട്ട് നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടണം? 1010 കിട്ടണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്ലോക്ക് പൾസില് ഇതിന്റെ എല്ലാത്തിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനീഷ്യലി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എല്ലാം 0 ആയിരിക്കും. ഓക്കെ, അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനീഷ്യലി ക്ലോക്ക് പൾസിന്റെ ഔട്ട്പുട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ പോകുന്നത് ഏതാണ്? 1010 എന്ന് പറയുന്ന ഡേറ്റയാണ് ഇൻപുട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും? 0 ഇൻപുട്ട് ചെയ്യും. ഫസ്റ്റ് എന്ത് ഇൻപുട്ട് ചെയ്യും? 0 ഇൻപുട്ട് ചെയ്യും. 0 ഇൻപുട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് 0 ആകും. ബാക്കി എല്ലാ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 തന്നെ നിൽക്കും. നോക്കണം, നമ്മൾ ഫസ്റ്റ് ഇൻപുട്ട് ചെയ്ത് സീരിയൽ ആയിട്ട് ഇൻപുട്ട് ചെയ്ത ഡേറ്റ 0 ആണ്. ആ 0 കാരണമാണ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് 0 ആയത്. ബാക്കി എല്ലാരും എന്തിൽ തന്നെ നിൽക്കും? തന്നെ നിൽക്കും. ഇനീഷ്യൽ കണ്ടീഷൻ എന്താണോ അതിൽ തന്നെ നിൽക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഇനീഷ്യൽ കേസില് Q0, Q1, Q2, Q3 എന്താകും? എല്ലാരും 0 ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ആദ്യത്തെ ഇൻപുട്ടായ 0 എന്തിലോട്ട് എൻ്റർ ചെയ്യും? Q0 എൻ്റർ ചെയ്യും. Q0 Q1 ഷിഫ്റ്റ് ചെയ്യും. Q1 Q2 ഷിഫ്റ്റ് ചെയ്യും. Q2 Q3 ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ ആണോ? റിംഗ് കൗണ്ടർ പോലെയെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ നമ്മൾ സീരിയൽ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. റിംഗ് കൗണ്ടറിൽ ഇൻപുട്ട് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. റിംഗ് കൗണ്ടറിൽ ഇൻപുട്ട് ഇല്ല. ഓരോ ക്ലോക്ക് പൾസിനനുസരിച്ചിട്ട് അത് ഷിഫ്റ്റ് ചെയ്താണ് വരുന്നത്. ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. സീരിയൽ ഇൻപുട്ട് ഡേറ്റ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്തത് ഇൻപുട്ട് കൊടുത്തത് 0 ആണ് കൊടുത്തത്. അപ്പൊ 0 കൊടുത്തു കഴിഞ്ഞപ്പോ ഫസ്റ്റ്
ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് 0 ആകും. Q0 Q1 പോകും, Q1 Q2 പോകും, Q2 Q3 വരും. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്ത ഇൻപുട്ട് എന്താണ് മക്കളെ? 1 അല്ലേ ഇൻപുട്ട്? സെക്കൻഡ് ക്ലോക്ക് പൾസിൽ നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് 1 അല്ലേ? 1010 അല്ലേ? അപ്പൊ സെക്കൻഡ് ഇൻപുട്ട് 1 അല്ലേ? അല്ലേ അല്ലേ? അപ്പൊ 1 എന്തിലോട്ട് വരും? 1 Q0 വരും. എന്ററായി 1 Q0 വരും. Q0 ഔട്ട്പുട്ട് Q1 പോകും. Q1 ഔട്ട്പുട്ട് എന്തിലോട്ട് വരും? Q2 വരും. Q2 ഔട്ട്പുട്ട് Q3 വരും. ഓക്കെ, ഷിഫ്റ്റ് ചെയ്തോ? ഓക്കെ. ഇനി അടുത്ത ഇൻപുട്ട് എന്താണ് കൊടുക്കാൻ പോണത്? നിങ്ങൾ തേർഡ് ക്ലോക്ക് പൾസിൽ നിങ്ങളുടെ ഇൻപുട്ട് എന്താണ്? 1010 അല്ലേ? 1 കൊടുത്തു, ഇനി 0 കൊടുക്കണ്ടേ? അടുത്തത് 0 അല്ലേ പറഞ്ഞത്? അപ്പൊ എന്റെ Q0 0 വരും. Q0 ഔട്ട്പുട്ട് എന്തിലോട്ട് വരും? Q1 വരും. Q1 ഔട്ട്പുട്ട് എന്തിലോട്ട് വരും? Q2 വരും. Q2 ഔട്ട്പുട്ട് Q3 വരും. ഓക്കെ ഓക്കെ ആയോ? മനസ്സിലായോ? ഇനി അടുത്ത ഇൻപുട്ട് എന്താണ്? 1 അല്ലേ? അടുത്ത ഇൻപുട്ട് 1 അല്ലേ? 1010 അല്ലേ അടുത്ത ഇൻപുട്ട്? അപ്പൊ എന്ത് വരും? Q0 1 കയറും. Q0 ഔട്ട്പുട്ട് Q1 പോകും. Q1 ഔട്ട്പുട്ട് Q2 Q2 ഔട്ട്പുട്ട് Q3 നിങ്ങൾക്ക് ഡേറ്റ കിട്ടിയോ? 1010 കിട്ടിയോ? 1010 കിട്ടിയോ? നിങ്ങൾ കൊടുത്ത ഡേറ്റ തന്നെ ഔട്ട്പുട്ടിലോട്ട് വന്നു. ഇപ്പോ നിങ്ങൾ കൊടുത്ത ഡേറ്റ എന്താണ്? 1010 അല്ലേ ഡേറ്റ കൊടുത്തത്? അല്ലേ? 1010 അല്ലേ ഡേറ്റ കൊടുത്തത്, ഇൻപുട്ട് കൊടുത്തത്? അത് തന്നെ ഔട്ട്പുട്ടിലോട്ട് വന്നോ? പറഞ്ഞു വന്നോ? അപ്പൊ എന്താണോ ഇൻപുട്ട് കൊടുത്തത് അത് ഫോർത്ത് ക്ലോക്ക് പൾസ് ആവുമ്പോൾ നിങ്ങൾക്ക് എന്തിലോട്ട് കിട്ടണം? ഔട്ട്പുട്ടിലോട്ട് കിട്ടണം. നിങ്ങൾ ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് 5 ബിറ്റ് കൊടുക്കാം. 5 ബിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫിഫ്ത്ത് ക്ലോക്ക് പൾസിൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം? ആ 5 ബിറ്റ് ഡേറ്റ ഔട്ട്പുട്ടിലോട്ട് കിട്ടണം. ഓക്കെ. അപ്പൊ ഓരോ ക്ലോക്ക് പൾസിനനുസരിച്ചിട്ടായിരിക്കും ഓരോ ബിറ്റ് എന്ത് ചെയ്യുന്നത്? എൻ്റർ ആവുന്നത്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയോ? ശ്രീചിത്ര ഉണ്ടോ അവിടെ? ശ്രീചിത്രക്ക് മനസ്സിലായോ? ഇപ്പൊ ബാക്കിൽ നിന്നാണോ ഇൻപുട്ട് കൊടുക്കാൻ തുടങ്ങേണ്ടത്? എന്തോ ലാസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടാ. 1010 ആണെങ്കിൽ ആദ്യം എൻ്റർ ചെയ്യുന്നത് ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ Q0 Q1 Q2 Q3 എന്ത് വരും? എല്ലാത്തിലും 0 വരും. ആദ്യം എല്ലാത്തിനെയും ക്ലിയർ ആക്കി വരും. ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ ആദ്യത്തെ ഇൻപുട്ടായ 0 എൻ്റർ ചെയ്യും. അതായത് Q0 വരും. Q0 Q1 പോകും. Q1 Q2 പോകും. Q2 Q3 പോകും. ഷിഫ്റ്റ് ചെയ്യും. സെക്കൻഡ് ക്ലോക്ക് പൾസിൽ നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് 1 ആണ്. അറ്റ് എ ടൈം ഒരു ഇൻപുട്ടേ കൊടുക്കുള്ളൂ. 1 ഇൻപുട്ട് കൊടുക്കുമ്പോൾ Q0 1 ആകും. Q0 Q1 പോകും. Q1 Q2 പോകും. Q2 Q3 പോകും. ഓക്കെ. ഇനി തേർഡ് ക്ലോക്ക് പൾസിൽ നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് 0 ആണ്. അതെന്തിലോട്ട് വരും? Q0 വരും. Q0 Q1 വരും. Q1 Q2 വരും. Q2 Q3 വരും. ഇനി അടുത്ത ഇൻപുട്ട് എന്താണ്? 1 ആണ് കൊടുക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? അത് Q0 1 ആക്കും. Q0 Q1 പോകും. Q1 Q2 പോകും. Q2 Q3 പോകും. ഇതാണ് നിങ്ങളുടെ ഔട്ട്പുട്ട്. നിങ്ങൾ എന്താണോ ഇൻപുട്ട് ചെയ്തത് അത് ഫോർത്ത് ക്ലോക്ക് പൾസിൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം? ഔട്ട്പുട്ട് കിട്ടണം. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ. എവിടെ നിന്ന്? ലെഫ്റ്റ് നിന്ന് കൊടുക്കണോ? സോറി, റൈറ്റ് നിന്ന്. ഫസ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് റൈറ്റ് നിന്ന്. അതായത് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ അടുത്ത് കിടക്കുന്നതായിരിക്കണം ആദ്യത്തെ ഇൻപുട്ട്. ഓക്കെ ഓക്കെ ആണോ? മനസ്സിലായോ? സീരിയൽ ഇൻപുട്ട്, പാരലൽ ഔട്ട്പുട്ട്, സോറി സീരിയൽ ഇൻപുട്ട്, സീരിയൽ ഔട്ട്പുട്ട് മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ ഇന്ന് ഇത്ര മതി. ഇനി രണ്ട് ടോപ്പിക്കും കൂടി ഉണ്ട്. അത് ഞാൻ എടുത്തോളാം കേട്ടോ. ഏതെങ്കിലും ഒരു ദിവസം ഞാൻ എടുത്ത് തീർത്തു തരാം കേട്ടോ. ഓക്കെ ഓക്കെ ആണോ? അപ്പൊ ആരൊക്കെയാണെന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഞാൻ എടുത്തു. ഓക്കെ, അറ്റൻഡ് ചെയ്ത